സമ്പൂർണമായ ഇരുട്ടിലാണ് എങ്കിൽ അവരെ ഇരുട്ടിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു നടപടിയും കൈക്കൊള്ളാതെ പോയത്? അവസാനം നരേന്ദ്രമോദി വരേണ്ടി വന്നു രാജ്യത്തെ 20,000 ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിച്ചുകൊണ്ട് 100% ഗ്രാമങ്ങളിലും വൈദ്യുതീകരണം നടത്താൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലേക്കും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്ത് ദേശീയപാതകളുടെ നിർമ്മാണം എന്നുള്ളത് വലിയ ആഡംബരമായിരുന്നു. ദേശീയപാതകള് ഒരു ദിവസം കേവലം 11 കിലോമീറ്റർ ആയിരുന്നു ഈ രാജ്യത്ത് പുതിയതായി നിർമ്മിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും നമ്മുടെ രാജ്യത്ത് ദേശീയപാതകളുടെ പണി അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ പ്രതിദിനം 48 കിലോമീറ്റർ ആണ് പുതിയതായി ദേശീയപാതകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതല്ലേ വിപ്ലവം? 2014 അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്ത് എത്രയെത്ര പദ്ധതികളാണ് മുടങ്ങിക്കിടന്നിരുന്നത്. ആലപ്പുഴയിലും കൊല്ലത്തും ഓരോ ബൈപ്പാസ് ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലരെക്കാളും പ്രായമുണ്ട് ആ ബൈപ്പാസിനിട്ട തറക്കല്ലിന്. 43 വർഷം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കേവലം 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു ബൈപ്പാസ് പൂർത്തീകരിക്കാൻ 43 വർഷം കഴിഞ്ഞിട്ടും ഈ നാട്ടിലെ 2 ഭരണകക്ഷികൾക്കും സാധിച്ചിട്ടില്ല എന്നതിലപ്പുറത്തേക്ക് നാണക്കേട് മറ്റുണ്ടായിട്ടുണ്ടോ? ആലപ്പുഴ ജില്ല എന്നുള്ളത് കേന്ദ്രമന്ത്രിമാര് 3 പേരുണ്ടായിരുന്നു, 4 പേരുണ്ടായിരുന്ന ജില്ലയാണ്. AK ആന്റണിയും വയലാർ രവിയും കൊടിക്കുന്നതിന് ശേഷം KC വേണുഗോപാലും അടക്കം 4 കേന്ദ്രമന്ത്രിമാർ. കേരളത്തിന് 2 മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ജില്ലയാണ് ആലപ്പുഴ. പക്ഷേ ആലപ്പുഴയിലെ ബൈപ്പാസ് പൂർത്തീകരിക്കാൻ 43 വർഷം വേണ്ടി വന്നു, നരേന്ദ്രമോദി വേണ്ടി വന്നു എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങള് 8 വർഷക്കാലം ഈ രാജ്യത്ത് അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 60 വർഷവും നടക്കാത്തതാണ്. ഇതെന്താ നമ്മുടെ നാടിന് ആഗോള രംഗത്തുള്ള പേരും പ്രശസ്തിയും എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഏറ്റവും അവസാനം റഷ്യ ഉക്രൈൻ യുദ്ധമുഖത്ത് നിന്ന് 25,000 ഭാരതീയരെയാണ് നരേന്ദ്രമോദി സർക്കാർ സൗജന്യമായി അവരവരുടെ നാടുകളിൽ എത്തിച്ചത്. ഇങ്ങനെ സമസ്ത മേഖലകളിലും വികസനം എത്തിക്കാൻ, ആരോടും പ്രീണനമില്ലാതെ എല്ലാവർക്കും തുല്യനീതി നൽകാൻ കഴിഞ്ഞ 8 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അവസാന വരിയിൽ നിൽക്കുന്ന അവസാന ആളിലേക്ക് എത്തുന്ന വികസനം, അതാണ് ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെക്കുന്നത്. ഞങ്ങൾ ഇന്നേ വരെ ഒരു വികസന കാര്യത്തിലും രാഷ്ട്രീയം നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല. ഈ രാജ്യത്ത് 135 കോടി ജനങ്ങൾക്ക് സൗജന്യമായി കോവിഡ് വാക്സിനുകൾ നൽകി. 2 ഡോസ് വാക്സിൻ, അങ്ങനെ 190 കോടി ഡോസ് വാക്സിനാണ് കഴിഞ്ഞ 2 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് വിതരണം ചെയ്തത്. സൗജന്യമായിട്ടായിരുന്നു വിതരണം ചെയ്തത്. 1 രൂപ ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങിയില്ല. എന്ന് മാത്രമല്ല, ഈ ലോകത്ത് കോവിഡ് എന്ന മഹാമാരി കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി രാജ്യങ്ങളിലേക്ക് ഇന്നാട്ടിലെ സഖാക്കന്മാരുടെ സ്വപ്നഭൂമിയായ ക്യൂബയ്ക്ക് അടക്കം മരുന്ന് കൊടുത്തത് ഭാരതമാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. പറഞ്ഞ സമയത്ത് ഇവിടുത്തെ പിണറായി വിജയനൊക്കെ ക്യൂബയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞാൽ അത്തരം വില കുറഞ്ഞ അവകാശവാദങ്ങളിലേക്കും അതിന്റെ മറുപടിയിലേക്കും ഒന്നും പോകുന്നില്ല. പക്ഷേ ക്യൂബയിലെ ജനങ്ങള്, അവിടുത്തെ സഖാക്കന്മാര് കോവിഡ് മുഖാന്തരം മരിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി സർക്കാരാണ് എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. ലോകത്തിലെ നിരവധി രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ എത്തിക്കാൻ ഭാരതത്തിന് സാധിച്ചു. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക്, പ്രിയപ്പെട്ടവരെ, 80 കോടി ജനങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷക്കാലമായി സൗജന്യമായ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ഈ രാജ്യത്ത് ഒരാൾ പോലും പട്ടിണി കിടന്ന് മരിച്ചില്ല. ഒരു മനുഷ്യൻ മരിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ പോലും പട്ടിണി കിടന്ന് മരിക്കാത്ത ലോകത്തിലെ ഏക രാഷ്ട്രമായിരുന്നു ഭാരതം. എന്തായിരുന്നു കോവിഡിന്റെ കാലത്ത് മറ്റ് രാജ്യങ്ങളിലൊക്കെ അവസ്ഥ? സമ്പൂർണമായ അരാജകത്വമായിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ഭാരതം രാജ്യത്തെ 80 കോടി ജനങ്ങൾക്കും ഇന്നും സൗജന്യമായ ഭക്ഷ്യധാന്യം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിക്കുന്ന, എല്ലാവരുടെയും പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട്, എല്ലാത്തരം ജനങ്ങളുടെയും പുരോഗതിയെ കണക്കാക്കിക്കൊണ്ടുള്ള നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.
നേരെ മറിച്ച് എന്താ കേരളത്തിന്റെ അവസ്ഥ? ഏകദേശം 6 വർഷമായല്ലോ സഖാവ് പിണറായി വിജയൻ കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഇന്ന് 99 MLA-മാരുമായി പിണറായി വിജയൻ സർക്കാർ 6 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ 6ാം പിറന്നാൾ. നല്ലൊരു പിറന്നാൾ സമ്മാനം തൃക്കാക്കരയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. പോയിക്കൊള്ളട്ടെ. എന്തായാലും 6 വർഷം പിണറായി വിജയൻ സർക്കാർ പൂർത്തീകരിച്ചു. പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ കൊച്ചു കേരളത്തിന്റെ 3.5 കോടി ജനങ്ങളുടെ പൊതുകടം എന്നുള്ളത് 1.5 ലക്ഷം കോടി രൂപയായിരുന്നു. 1.5 ലക്ഷം കോടി രൂപ. 6 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം കഴിയുമ്പോ 3.5 കോടി ജനങ്ങളുടെ കടമെന്നുള്ളത് 3.25 ലക്ഷം കോടി രൂപയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 3.25 ലക്ഷം കോടി രൂപ. ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും കടം ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്തെത്തും. എന്താ ഇവര് ചെയ്തത്? കഴിഞ്ഞ 60 വർഷക്കാലമായി ഇടതും വലതും മാറി മാറി ഭരിച്ചല്ലോ. എന്താ കേരളത്തിന് സ്വന്തമായുള്ളത്? 3.25 ലക്ഷം കോടി രൂപ കടം വരുത്തി വെച്ചിട്ട് കേരളത്തിൽ നിന്ന് സ്വന്തമായി എന്തുണ്ട് എന്ന് എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ ഈ നാട്ടിലെ ജനങ്ങൾ ആലോചിക്കണം. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു വാഹന പണിമുടക്കുണ്ടായാൽ, തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്ന കർഷകന് ഒരു പനി വന്നാൽ മലയാളിയുടെ അടുപ്പ് പുകയില്ല എന്ന ഗതികേടിലേക്കാണ് ഈ 2 മുന്നണികളും കഴിഞ്ഞ 60 വർഷമായി നമ്മെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഇന്ന് മലയാളിക്ക് അവിയൽ വെക്കണമെങ്കിൽ, സാമ്പാർ വെക്കണമെങ്കിൽ, തോരൻ വെക്കണമെങ്കിൽ തമിഴൻ കനിയണം. തമിഴൻ വെയിലുകൊണ്ട് പൊരി വെയിലത്ത് കിടന്ന് എല്ലുമുറിയെ പണിതാൽ മലയാളി ഇന്ന് അവിയലും സാമ്പാറും തോരനും ഒക്കെ കൂട്ടി സുഭിക്ഷമായി ഉണ്ണും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരുന്നു 60 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ അവസ്ഥ? ഇന്ന് സഖാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറയും കേരളം 1-ാം നമ്പർ ആണ് എന്ന്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമുണ്ട്, കേരളം പല കാര്യങ്ങളിലും 1-ാം നമ്പർ ആണ്. പക്ഷെ അത് ഏലംകുളത്ത് മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയോ പിന്നീട് വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയോ സംഭാവന അല്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. 956-ൽ കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ കേരളം പല കാര്യങ്ങളിലും 1-ാമതായിരുന്നു. ആരോഗ്യ രംഗത്ത്, ആരോഗ്യ സൂചികയുടെ കാര്യത്തിൽ, ശിശുമരണ നിരക്ക് കുറഞ്ഞ കാര്യത്തിൽ, ജനന നിരക്ക് കൂടിയ കാര്യത്തിൽ, ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ, സാക്ഷരതയുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒക്കെ തന്നെ കേരളം 1-ാമതായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ 65 വർഷക്കാലം നിങ്ങൾ ഭരിച്ചതിന് ശേഷം കേരളം ഏത് രംഗത്താ 1-ാമത് എത്തിയത്? അതുകൂടി പറഞ്ഞു തരണ്ടേ? ഞങ്ങൾ ഭരിച്ച് കേരളത്തെ 1-ാമത് എത്തിച്ചു എന്ന് പറയാനുള്ള ഏത് രംഗമുണ്ട് കേരളത്തിൽ? കേരളം ഏതെങ്കിലും സാമൂഹികമായ സൂചികകളിൽ 1-ാമത് എത്തിയിട്ടുണ്ട് എങ്കിൽ നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും അയ്യ വൈകുണ്ഠസ്വാമിയും ഒക്കെ അടക്കമുള്ള നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കന്മാരുടെ അശ്രാന്തമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കേരളം 1-ാമത് എത്തിയത് എന്ന് നാം മറന്നു പോകരുത്. അങ്ങനെ അവര് നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച കേരളത്തെ നിങ്ങൾ എവിടെ എത്തിച്ചു? ഈ 2021-ൽ നാം സംസാരിക്കുമ്പോൾ എന്താ കേരളത്തിന്റെ സാമൂഹ്യമായ അവസ്ഥ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നിവിടെ കേരള പോലീസാണോ കേരളത്തിന്റെ സാമൂഹിക ക്രമസമാധാന നിയന്ത്രിക്കുന്നത്, അതോ മത തീവ്രവാദികളാണോ എന്ന കാര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനത്തതാണ്. ആരാ ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്? എന്താ കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലം? എന്താ ഇന്ന് കേരളം തീവ്രവാദികളുടെ സ്വന്തം നാടാണ് എന്ന് BJP-ക്കാരൻ വിളിച്ചു പറയുമ്പോ കഴിഞ്ഞ കുറെ കാലങ്ങളായി നാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, കേരളം തീവ്രവാദികളുടെ പറുദീസയായി മാറുകയാണ്. ആരാ കേട്ടത്? ആരെങ്കിലും ഇതിനെ ഗൗരവമായി അഡ്രസ് ചെയ്തിട്ടുണ്ടോ? BJP-ക്കാരൻ വിളിച്ചു പറയുമ്പോ അവനെന്തോ മുസ്ലിം വിരോധം കൊണ്ട് പറയുകയാണ് എന്നാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്മാരെ പ്രചരിപ്പിച്ചത്. ഞങ്ങൾ വ്യക്തമായി പറയട്ടെ, ഞങ്ങൾക്ക് ഒരു മതത്തോടും വിരോധമില്ല. ഞങ്ങൾക്ക് മതഭ്രാന്തിനോട് മാത്രമേ വിരോധമുള്ളൂ. ഞങ്ങൾ ഈ നാട്ടിൽ ഒരാൾക്കും എതിരല്ല. പക്ഷേ ഞങ്ങൾ ഈ നാടിന്റെ സംരക്ഷകരാണ്. ഞങ്ങൾക്ക് ഈ നാടിനെ നിങ്ങളെ പോലെ ഒറ്റുകൊടുക്കാൻ സാധ്യമല്ല. കാരണം ഞങ്ങളുടെയും നിങ്ങളുടെയും ജീൻ രണ്ടും രണ്ടാണ്. കാരണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്
എന്താണ് ഈ നാടിനോടുള്ള അവന്റെ വിരോധം, ഈ നാടിനെ ഒറ്റുകൊടുക്കാനുള്ള ത്വര, ഈ നാടിനെ ഒറ്റുകൊടുക്കാനുള്ള അവന്റെ ജീനിൽ അടങ്ങിയിട്ടുള്ള സ്വഭാവമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ജന്മനാ കിട്ടിയതാ. ഞങ്ങളുടെയും നിങ്ങളുടെയും ജന്മം തന്നെ ഒത്തിരി വ്യത്യാസമുള്ള ജന്മമാണ്. ഇവിടെ സാധാരണഗതിയിൽ ഇവിടുത്തെ BJP-ക്കാരും RSS-കാരും ഒക്കെ സംശയമാണ്, എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പെരുമാറുന്നത്. കാര്യം മത തീവ്രവാദികളെ കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെ കൈയയച്ച് സഹായിക്കുകയും, കാര്യം പിണറായി വിജയനെ പറ്റി പറഞ്ഞപ്പോ ഈ 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ സഖാക്കന്മാരൊക്കെ പറഞ്ഞു വരുത്തിയത് എന്താ, ഇതാ ഇരട്ടച്ചങ്കൻ വന്നിരിക്കുന്നു, കേരളത്തിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇനി ഉണ്ടാവില്ല എന്ന തരത്തിലായിരുന്നു സഖാക്കന്മാരുടെ പ്രചരണം. ആത്മാർത്ഥമായി പറയട്ടെ, ഞാനും ആഗ്രഹിച്ചിരുന്നു നല്ല കരുത്തനായ ഒരു മുഖ്യമന്ത്രി, മുഖം നോക്കാതെ നടപടിയെടുക്കാൻ കഴിയുന്ന, രാഷ്ട്രീയമായ വിലപേശലുകൾക്ക് വഴങ്ങാത്ത ഒരു ഭരണാധികാരി കേരളത്തിൽ ഉണ്ടാവുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഒരുപക്ഷെ പിണറായി വിജയൻ അത്തരത്തിലൊരു മുഖ്യമന്ത്രിയാകാൻ സാധിച്ചാൽ ഈ നാട് രക്ഷപ്പെടുമല്ലോ എന്ന ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ഇന്നിപ്പോ ഈ പിണറായി വിജയന് ഇരട്ടച്ചങ്ക് പോയിട്ട് നമുക്ക് ഇരട്ടച്ചങ്ക് വേണമെന്നൊന്നും നിർബന്ധമില്ല. കാരണം ഇരട്ടച്ചങ്ക് എന്നൊക്കെ പറയുന്ന ഒരു അംഗവൈകല്യ സ്വഭാവമാണ്. ഒരു മനുഷ്യനും അങ്ങനെ 2 ചങ്കൊന്നും ഉണ്ടാകാറില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ അയാൾ വികലാംഗന. അത് ഈ സഖാക്കന്മാർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഞങ്ങള് പിണറായി വിജയനോടും ഇവിടുത്തെ സഖാക്കന്മാരോടും പറയുന്നത്, എന്റെ മുഖ്യമന്ത്രിക്ക്, ഈ നാട്ടിലെ 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇരട്ട ചങ്കൊന്നും വേണ്ട. പക്ഷേ ഈ നാട്ടിലെ ഏതൊരു ജനിച്ചു വീഴുന്ന ജീവിക്കും അത്യാവശ്യം വേണ്ട മറ്റൊരു അവയവമുണ്ട്, അല്ലേ? ഏതൊരു ജീവിക്കും ഉണ്ടാകേണ്ട അവിശ്വമായ മറ്റൊരു അവയവമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വളരെ ഖേദത്തോട് പറയട്ടെ, അങ്ങേക്ക് ആ അവയവമില്ല. ഏതൊരു ജീവിക്കും വേണ്ട അവയവമാണ് നട്ടെല്ല്. ചങ്കൊന്നും 2 വേണ്ട, പക്ഷെ നട്ടെല്ല് വേണമല്ലോ. ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നട്ടെല്ല് വേണ്ടേ? എന്തുകൊണ്ടാ പിണറായി വിജയൻ നട്ടെല്ലില്ലാത്ത സ്വഭാവം കാണിക്കുന്നത്? ഇത് BJP-ക്കാരൻ എന്തെങ്കിലും രാഷ്ട്രീയ വിരോധം കൊണ്ട് പിണറായി വിജയനോട് പറയുന്നതാണെന്ന് ദയവേത് തെറ്റിദ്ധരിക്കരുത്. എന്നെ കേൾക്കുന്ന സഖാക്കന്മാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. കേരള മുഖ്യമന്ത്രിയുടെ മകള് ശ്രീമതി വീണ വിജയൻ എന്റെയും കൂടെ സഹോദരിയാണ്. അവര് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ മാത്രമല്ല, കേരളത്തിൽ ജനിച്ചു വീണ ഒരു പെൺകുട്ടി, ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ അവൾക്ക് എല്ലാ അവകാശവുമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി വന്ന് മുഖ്യമന്ത്രിയെ കണ്ടപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങളോടൊപ്പം ഞാനുണ്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോ ചിരിയാണ് വന്നത്, അല്ലേ? ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ഉറപ്പാക്കും, ഈ സർക്കാർ നടിയോടൊപ്പം ഉണ്ട് എന്നൊക്കെ സഖാക്കന്മാരും മുഖ്യമന്ത്രിയും ഒക്കെ വാചാലരാകുന്നത് കാണുമ്പോ ബഹുമാനപ്പെട്ട പിണറായി വിജയനോട് തികഞ്ഞ ബഹുമാനത്തോടെ, തികഞ്ഞ ആത്മാർത്ഥതയോടെ പറയട്ടെ, അങ്ങയുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ, ആ പെൺകുട്ടിയുടെ അഭിമാനം സംരക്ഷിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നെഞ്ചത്ത് കൈവച്ച് പിണറായി വിജയന് പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപല്ലേ നമ്മുടെ കോഴിക്കോട് കേരളത്തിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി 10,000-കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞത്? എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താ പറഞ്ഞത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയത് വിവാഹമല്ല, അത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞത് BJP-ക്കാരല്ലോ. ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ഒരു അറുവഷളൻ നേതാവ് മൈക്ക് വെച്ച് കെട്ടി 10,000-കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി സ്വന്തം മകള് സ്വന്തം വീട്ടിൽ വ്യഭിചാരം നടത്തുകയാണ് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട പിണറായി വിജയ, അങ്ങയുടെ നട്ടെല്ല് എന്ന് പറയുന്ന സാധനം പ്രവർത്തിക്കുന്നുണ്ടോ എന്നെങ്കിലും തപ്പി നോക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. സ്വന്തം മകള്, ആ മകൾ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ല, എന്റെ മകളെയാണ് ഇങ്ങനെ പറഞ്ഞത് എങ്കിൽ എനിക്ക് എന്ത് കുഴപ്പം സംഭവിച്ചാലും പറഞ്ഞവന്റെ പല്ലടിച്ച് താഴെ കളയുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനാണ്. മുഖ്യമന്ത്രിയുടെ മകള് മാത്രമല്ലല്ലോ, ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഭാര്യ കൂടിയായിരുന്നില്ലേ? അവർക്ക് എല്ലാ അഭിമാനത്തോടും ജീവിക്കാൻ, അന്തസ്സോടും ജീവിക്കാനുള്ള അവകാശമില്ലേ? എന്തുകൊണ്ടാ മുഖ്യമന്ത്രി നടപടിയെടുക്കാതെ പോയത്?
കേരള പോലീസിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒന്നും കുഴപ്പക്കാരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. നല്ല സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരള പോലീസിൽ. മുഖ്യമന്ത്രിയോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോ വാക്കുകൊണ്ട് വേണ്ട, ഒരു നോക്കുകൊണ്ട് ഒരു ഉത്തരവ് കൊടുത്താൽ ഈ അറുവഷളൻ പ്രസംഗം നടത്തിയവനെ പിടിച്ച് തുറുങ്കിലടയ്ക്കാൻ തക്ക കപ്പാസിറ്റി ഉള്ള പോലീസുകാർ കേരളത്തിലില്ലേ? എന്തുകൊണ്ടാ മുഖ്യമന്ത്രി അത് കേട്ടില്ല എന്ന് നടിച്ചത്? അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന അധപ്പതനം. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഈ മതഭീകരവാദികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവ്. സ്വന്തം മകളെ ഇങ്ങനെ അധിക്ഷേപിച്ചപ്പോ അതിനെതിരെ നടപടിയെടുക്കാൻ തന്റെ ഇടമില്ലാത്ത മുഖ്യമന്ത്രിയാ പറയുന്നത് ആക്രമിക്കപ്പെട്ട നടിക്ക് എല്ലാവിധ സൗകര്യവും ഒരുക്കി അവർക്ക് നീതി ഉറപ്പാക്കുമെന്ന്. ചിരിക്കാതെ എന്തു പറയാനാ അല്ലേ? എന്തുകൊണ്ടാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ അധപ്പതിച്ചത്? എന്തുകൊണ്ടാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഇന്നാട്ടിലെ മതതീവ്രവാദികളുടെ ഏറാൻ മൂളികളായി, മതതീവ്രവാദികളുടെ ദാസന്മാരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചത്? എന്തുകൊണ്ടാ? നമ്മൾ വിചാരിക്കും 4 വോട്ടിന് വേണ്ടിയാണ് എന്ന്. ദയവേത് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ 4 വോട്ടിന് വേണ്ടിയൊന്നുമല്ല കമ്മ്യൂണിസ്റ്റുകാര് ഇന്നാട്ടിലെ മതതീവ്രവാദികളുടെ പിണിയാളുകളായി ദാസന്മാരായി നടക്കുന്നത്. അത് ഇവരുടെ, ഞാൻ ആദ്യമേ പറഞ്ഞ ജീനിന്റെ പ്രശ്നമാണ്. ഇവരുടെ ജന്മം അങ്ങനെയാണ്. എന്നാ ഇവരുടെ ജന്മത്തെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കണം. എന്നാ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് നിങ്ങൾ ഏതെങ്കിലും സഖാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സുഹൃത്തുക്കളായിട്ടുള്ള ഏതെങ്കിലും സഖാക്കന്മാരുണ്ടെങ്കിൽ അവരോടൊന്ന് രഹസ്യമായിട്ടെങ്കിലും ചോദിക്കണം, എന്നാ നിങ്ങളുടെ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് എന്ന്. CPM-കാരോട് ചോദിച്ചാൽ അവർ പറയും 1920-ലാണ് ഞങ്ങളുടെ പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. CPI പിളർന്നാണ് CPM ഉണ്ടായത് എന്നാണ് ചരിത്രം. അല്ലെ, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതും യഥാർത്ഥത്തിൽ സംഭവിച്ചതും അങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 1964 നെടുകെ പിളർന്നപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPIM ഉണ്ടായത്. അപ്പൊ എമ്മുകാർ പറയുകയാണ് ഞങ്ങൾ 1920 ഉണ്ടായത് എന്ന്. എന്നാൽ ഇവരുടെ മാതൃ പാർട്ടിയായ CPI-കാരോടൊന്ന് ചോദിച്ചു നോക്കിയേ, അവർ പറയും ഞങ്ങൾ ഉണ്ടായത് 1925. അതെന്താ അങ്ങനെ? അച്ഛനുണ്ടായത് 25-ലും മകനുണ്ടായത് 20-ലും ആകുമോ? നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? പക്ഷെ അങ്ങനെയാണ് ഇവരുടെ ചരിത്രം. ഇവരോട് ചോദിച്ചാൽ ഇവർ അങ്ങനെ പറയുകയുള്ളൂ. അപ്പൊ ജന്മത്തിൽ തന്നെ, ജനനത്തെ പറ്റി തന്നെ ഇവർക്ക് വലിയ ധാരണയൊന്നുമില്ല അല്ലെ? ഒരു വ്യക്തിക്കായാലും സംഘടനക്കായാലും നമ്മൾ പറയുന്നത് അവനവന്റെ ജന്മത്തെ പറ്റി, ഞാൻ എങ്ങനെയാണ് ഉണ്ടായത്, ഞാൻ എവിടെയാണ് ജനിച്ചത്, ആരാണ് എന്നെ ജനിപ്പിച്ചത്, ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് വേണ്ടേ? ഇന്നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ അവർക്ക് വലിയ ഉറപ്പൊന്നുമില്ല. CPIM-കാർ പറയും 1920 പഴയ അവിഭക്ത സോവിയറ്റ് യൂണിയനിലെ താഷ്കന്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഉണ്ടായത്. CPI-കാരോട് പറഞ്ഞാൽ അവർ പറയും 1925 ഒക്ടോബർ മാസം 17-ാം തീയതി ഭാരതത്തിലെ കാൺപൂരിലാണ് ഉണ്ടായത് എന്ന് പറയും. അപ്പൊ ഇതിൽ ഏതാ സത്യം? യഥാർത്ഥത്തിൽ നമുക്ക് CPIM-കാർ പറയുന്നത് എടുക്കും. കാര്യം 1920-ലാണല്ലോ. അല്പം കൂടി പുറകോട്ടുള്ള ചരിത്രം നമുക്ക് പരിശോധിക്കാം. ആരാ 1920 ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തത്? അത് പരിശോധിക്കുമ്പോഴാണ് ഈ പാർട്ടി എന്തുകൊണ്ട് SDPI-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പിണിയാളുകളായി മാറിയിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാകുന്നത്. 1920 ഒക്ടോബർ 17-ാം തീയതി താഷ്കണ്ടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തിന് വേണ്ടി രൂപം കൊണ്ടത്. ആരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തിന് വേണ്ടി സംഘടിപ്പിച്ചത്? ഏതെങ്കിലും സഖാക്കന്മാർക്ക് അറിയുമോ? ഉണ്ടെങ്കിൽ അവര് രഹസ്യമായി പോലും പുറത്തു പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. ആരാണ് ഞങ്ങളുടെ ജനയിതാക്കൾ? ആരാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രൂപീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തത്? ചോദിക്കുമ്പോ അവർക്ക് ഉത്തരമില്ല എങ്കിലും നമ്മുടെ കയ്യിൽ ഉത്തരമുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 7 പേര് ചേർന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജന്മം നൽകിയത് അങ്ങ് താഷ്കന്തിൽ. ആരൊക്കെയായിരുന്നു ആ 7 പേര്? MN റോയ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട മാനവേന്ദ്രനാഥ റോയ് എന്ന് പറയുന്ന ബംഗാളുകാരൻ. അദ്ദേഹം വലിയ ബുദ്ധിജീവിയായിരുന്നു. അന്നത്തെ കാലത്ത് വ്ളാഡിമിർ ലെനിന്റെ സമശിഷ്യനായ ബുദ്ധിജീവിയായ മനുഷ്യനാണ് MN റോയ് അഥവാ മാനവേന്ദ്രനാഥ റോയ്. അദ്ദേഹത്തിന്റെ ഭാര്യയായ മെക്സിക്കോക്കാരി എവലിൻ ട്രെൻഡ് റോയ്. അവർ 2 പേരായി. MN റോയ്, ഭാര്യ എവലിൻ ട്രെൻഡ് റോയ്. പശ്ചിമ ബംഗാളുകാരനായ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ട്, അബനി മുഖർജി. അദ്ദേഹത്തിന്റെ ഭാര്യയായ
സോവിയറ്റ് യൂണിയൻകാരിയായ റോസ ഫിറ്റിംഗോഫ്, 4 പേരായി. എം.എൻ. റോയ്, ഭാര്യ എവലിൻ റോയ്, അബനി മുഖർജി, അദ്ദേഹത്തിന്റെ ഭാര്യ റോസ ഫിറ്റിംഗോഫ്. തമിഴ്നാടുകാരനായ ആന്ധ്രാപ്രദേശുകാരനായ മാന്തയം തിരുമലൈ പാർത്ഥസാരഥി ആചാര്യ എന്ന് പറയുന്ന MBTT ആചാര്യ. 5 പേരായി. ഇനി 2 പേരുകൾ കൂടിയുണ്ട്. ആ 2 പേരിൽ ഒരാളായിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ബ്യൂറോ സെക്രട്ടറി ശ്രീ മുഹമ്മദ് സിദ്ദിഖി. 7ാമത്തെ പേരുകാരൻ മുഹമ്മദ് ഷഫീഖ്. ഇങ്ങനെ 7 പേര് ചേർന്നാണ് ഭാരതത്തിന് വേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റ് ബ്യൂറോ ആദ്യമായി താഷ്കണ്ടിൽ രൂപീകരിച്ചത്. എന്തുകൊണ്ടാണ് ഞാനിതിവിടെ എടുത്തു പറയാൻ കാരണം? എടുത്തു പറയാൻ വളരെ വലിയ കാരണമുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന അപജയത്തെ പറ്റി നമുക്ക് ബോധ്യമുണ്ടാവുക. അവർക്ക് ബോധ്യമില്ല എങ്കിലും ഈ 2 പേര്, മുഹമ്മദ് സിദ്ദിഖിയും മുഹമ്മദ് ഷഫീഖിയും, എം.എൻ. റോയ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വളരെ കൃത്യമായി ആരാണ് ഇവർ 2 പേര് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഖാക്കന്മാർക്ക് സംശയമുണ്ടെങ്കിൽ 1998 നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. ജ്യോതി ബസു എഡിറ്റ് ചെയ്ത ഏകദേശം 10-22 വോളിയങ്ങളുള്ള വലിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എം.എൻ. റോയ് കമ്മ്യൂണിസ്റ്റ് രൂപീകരിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ പറയുകയാണ്, മുഹമ്മദ് സിദ്ദിഖിയും മുഹമ്മദ് ഷഫീഖിയും എന്ന് പറയുന്ന ഈ 2 ചെറുപ്പക്കാര് 1920 നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. 1920 ഭാരതത്തിൽ വലിയൊരു മൂവ്മെന്റ് നടന്നു, വലിയൊരു പ്രക്ഷോഭം, വലിയൊരു സമരം നടന്നിരുന്നു. അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയമായ ഒരു ആശയ ഗതി ഭാരതത്തിലുണ്ടായിരുന്നു. അതായത് ഭാരതം മാതൃഭൂമി അല്ല എന്ന് പ്രഖ്യാപിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഭാരതം വിട്ടുപോയി. അതിന്റെ പേരാണ് ഹിജ്റത്ത് മൂവ്മെന്റ്. അങ്ങനെ ഭാരതം വിട്ടുപോകുന്നതിന് ഹിജ്റ ചെയ്യുക എന്നാണ് പറയുക. അതായത് ഭാരതം മാതൃഭൂമി അല്ല എന്ന് പ്രഖ്യാപിച്ച് ദാരുൽ അറബായ ഭാരതത്തിൽ നിന്നും ദാരുൽ അമനായ അങ്ങ് തുർക്കിയിലേക്ക് പലായനം ചെയ്യുക. അതായത് ഭാരതം എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളുടെ നാടാണ്, അശാന്തിയുടെ നാടാണ്. ഇവിടെ നിന്നും സമാധാനത്തിന്റെ നാടായ തുർക്കിയിലേക്ക് ഭാരതത്തിലെ മുസ്ലിങ്ങളായിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങൾ പലായനം ചെയ്യുകയാണ്. അതിന്റെ പേരാണ് ഹിജ്റത്ത് മൂവ്മെന്റ് അഥവാ ഹിജ്റ ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോ 1920 ഭാരതം മാതൃഭൂമി അല്ല എന്ന് പ്രഖ്യാപിച്ച് ഭാരതം വിട്ടോടിപ്പോയ 2 ചെറുപ്പക്കാരായിരുന്നു ഭാരതത്തിന് വേണ്ടിയുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എന്ന് മനസ്സിലാകുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇന്ന് പിണറായി വിജയൻ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ തിണ്ണ നിരങ്ങുന്നത് എന്നതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഭാരതം മാതൃഭൂമി അല്ല എന്ന് പ്രഖ്യാപിച്ച മത തീവ്രവാദികളാണ് ഇതിന് ബീജാപാപം ചെയ്തത്. അവരാണ് ഇവരുടെ ജനയിതാക്കൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ജീനിന്റെ കുഴപ്പമാണ് എന്ന്. ഇത് RSSകാരനോ BJPക്കാരനോ പറയുന്നതല്ല, നിങ്ങളുടെ ചരിത്രമാണിത്. സംശയമുള്ളവർക്ക് ചരിത്രം പരിശോധിക്കാം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഖാക്കന്മാരുണ്ടെങ്കിൽ ധൈര്യമായി മുൻപോട്ടേക്ക് വന്ന് ഇതിനെ ചോദ്യം ചെയ്യാം. ഞാൻ ഈ പറഞ്ഞത് കള്ളമാണെങ്കിൽ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണ്. എം.എൻ. റോയ് വീണ്ടും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ, അന്ന് ഹിജ്റ ചെയ്ത് അന്ന് സോവിയറ്റ് യൂണിയനിലേക്ക് വന്ന ചെറുപ്പക്കാരന്റെ ഭൂരിപക്ഷം ആൾക്കാരും ഫനാറ്റിക് ആയിരുന്നു എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാചകം. എന്താ ഫനാറ്റിക് എന്ന് പറഞ്ഞാൽ? മതഭ്രാന്തന്മാർ. അപ്പൊ ആരാ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തത്? മതഭ്രാന്തന്മാരായ ചെറുപ്പക്കാരായിരുന്നു എന്ന് മാനവേന്ദ്രനാഥ റോയ് എന്ന് പറയുന്ന നിങ്ങളുടെ പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയുമുണ്ട്. ഇങ്ങനെ ഹിജ്റ ചെയ്തു വരുന്ന ചെറുപ്പക്കാരെ കമ്മ്യൂണിസം പഠിപ്പിക്കണമല്ലോ. കാര്യം ഇവര് മതഭ്രാന്തന്മാരായി ഭാരതവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, ഭാരതം ഞങ്ങളുടെ മാതൃഭൂമിയുമല്ല, ഞങ്ങളുടെ ജന്മഭൂമിയുമല്ല, ഞങ്ങളുടെ വിശുദ്ധ നാട് ഇതല്ല എന്ന് പറഞ്ഞ് ഭാരതത്തെ തള്ളിപ്പറഞ്ഞു വന്ന ചെറുപ്പക്കാരെ കമ്മ്യൂണിസം പഠിപ്പിച്ച് ഭാരതത്തിലേക്ക് തന്നെ തിരിച്ചുവിട്ടു. അങ്ങനെയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായത്. അങ്ങനെ അവർക്ക് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി അന്ന് മോസ്കോയില് ലെനിന്റെ നേതൃത്വത്തിൽ ഒരു സർവകലാശാല സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കും പരിശോധിക്കാം. സർവകലാശാലയുടെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ദ ടോയിലേഴ്സ് ഓഫ് ദ ഈസ്റ്റ് എന്ന പേരിൽ ഒരു സർവകലാശാല ഉണ്ടായിരുന്നു. ആ സർവകലാശാലയിൽ പരിശീലനം നടത്തി. എന്താ പരിശീലിപ്പിച്ചത്?
കമ്മ്യൂണിസമാണ് പരിശീലിപ്പിച്ചത്. എന്നിട്ട് അവരെ ഭാരതത്തിലേക്ക് തിരിച്ചുവിട്ടു. അങ്ങനെ ഈ യൂണിവേഴ്സിറ്റി ഓഫ് ദ ടോയ്ലേഴ്സ് ഓഫ് ദ ഈസ്റ്റിൽ പരിശീലിപ്പിക്കാൻ കൊണ്ടുവന്ന ചെറുപ്പക്കാര് ആ ക്യാമ്പിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ പറ്റി എം എൻ റോയ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അങ്ങനെ പരിശീലനത്തിന് എത്തപ്പെട്ട ചെറുപ്പക്കാരിൽ ബഹുഭൂരിപക്ഷവും മതഭ്രാന്തന്മാരായിരുന്നു എന്ന് മാത്രമല്ല, അവർ ആ ക്യാമ്പിൽ വലിയ പ്രശ്നമുണ്ടാക്കി. എന്താ പ്രശ്നം എന്നറിയാമോ? മതമില്ല, എന്താ പറയുന്നത്, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, അല്ല ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന മുദ്രാവാക്യം വിളിച്ച സഖാക്കന്മാര് ഈ സർവകലാശാല ക്യാമ്പസിൽ ഒരു പ്രശ്നമുണ്ടാക്കി. എന്താണെന്നറിയാമോ? തങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഹലാലായിരിക്കണം പോലും. ഒന്ന് ആലോചിച്ച്, എഴുതിയിരിക്കുന്നത് എം എൻ റോയിയാണ്. കമ്മ്യൂണിസം പഠിക്കാൻ പോയവരുടെ കഥയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. തങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷണം പന്നിമാംസമല്ല എന്ന് ഉറപ്പിക്കാൻ ഈ കശാപ്പ് ചെയ്യപ്പെടുന്ന മൃഗത്തെ ഈ ചെറുപ്പക്കാരുടെ മുൻപിലിട്ട് കശാപ്പ് ചെയ്യണമെന്ന് ഇവര് ശാഠ്യം പിടിച്ചതായി എം എൻ റോയ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പറ, എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന്? ഇവർക്ക് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാ പ്രവർത്തിക്കാൻ സാധിക്കുക? ഇവരിങ്ങനെ മത തീവ്രവാദത്തെ താലോലിക്കലല്ലാതെ മറ്റെന്ത് ചെയ്യാൻ സാധിക്കും? അതാ ഞാൻ പറഞ്ഞത്, ഇതിവരുടെ ജീനിന്റെ കുഴപ്പമാ, ഇവരുടെ രക്തത്തിന്റെ കുഴപ്പമാ, നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന രാഷ്ട്രവിരുദ്ധതയുടെ കുഴപ്പമാ. എന്തായിരുന്നു 1940-കളിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? കുറെ ചരിത്രം പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് പറയാം. 1942-ലാണ് ഭാരതത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ടായത്. എന്തായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? ക്വിറ്റ് ഇന്ത്യ സമരത്തെ അവർ ഒറ്റുകൊടുത്തു. എന്തുകൊണ്ടാ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തത്? ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുക്കാൻ കാരണം അന്ന് സോവിയറ്റ് യൂണിയൻ ബ്രിട്ടന്റെ കൂടെ ആയിരുന്നു. പക്ഷേ ഒരു കാര്യം പറയാം, ആദ്യകാലത്ത് ഇവർ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അനുകൂലമായിരുന്നു. എന്താ കാരണം എന്നറിയാമോ? അന്ന് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇവരുടെ സ്വപ്നഭൂമിയായ സോവിയറ്റ് യൂണിയൻ ഒരു ചേരിയിലും ചേരാതെ ബ്രിട്ടന് എതിരായി നിലയുറപ്പിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു. കാരണം അന്ന് ഹിറ്റ്ലറുമായി സോവിയറ്റ് യൂണിയൻ ഒരു കരാർ ഉണ്ടായിരുന്നു. ജർമ്മനിയുടെ നേതാവായ ഹിറ്റ്ലറുമായി സോവിയറ്റ് യൂണിയന് കരാറുണ്ട്. സോവിയറ്റ് യൂണിയനെ ഹിറ്റ്ലർ ഒരിക്കലും ആക്രമിക്കില്ല, ഇതായിരുന്നു കരാർ. അതുകൊണ്ട് അന്ന് സോവിയറ്റ് യൂണിയൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തില്ല. പക്ഷേ കരാറ് ലംഘിച്ച് ഹിറ്റ്ലർ ഏകപക്ഷീയമായി അങ്ങ് മോസ്കോയിലേക്ക് മാർച്ച് ചെയ്യാൻ തന്റെ പട്ടാളക്കാർക്ക് ഉത്തരവിട്ടതോടുകൂടി സോവിയറ്റ് യൂണിയന്റെ നിലപാട് മാറി അവർ ബ്രിട്ടനോടൊപ്പം ചേർന്നു. അതോടുകൂടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ പ്ലേറ്റ് മാറ്റി. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം എന്നുള്ളത് സാമ്രാജ്യത്വ യുദ്ധം എന്നത് മാറിയിട്ട് ദേശീയതയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമായി അവരതിനെ പ്രഖ്യാപിച്ചു. അങ്ങനെ സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും ഒരു ചേരിയായതുകൊണ്ട് ബ്രിട്ടനെതിരെ ഭാരതത്തിൽ നടക്കുന്ന യുദ്ധം അല്ലെങ്കിൽ ഭാരതത്തിൽ നടത്തുന്ന ഏതൊരു നീക്കവും രാഷ്ട്രവിരുദ്ധമാണ് എന്നവർ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് 1942-ലെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ വഞ്ചിച്ചു. ആ 1942-ൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടി എന്താ കമ്മ്യൂണിസ്റ്റുകൾ ചെയ്തത്? ഭാരതത്തിന്റെ എക്കാലത്തെയും വലിയ നേതാക്കന്മാരിൽ ഒരാളായിരുന്ന സുഭാഷ് ചന്ദ്രബോസ്, എന്തായിരുന്നു സുഭാഷ് ചന്ദ്രബോസിനോട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്കുള്ള നിലപാട്? കഴിഞ്ഞ ദിവസം സുഭാഷ് ചന്ദ്രബോസിന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ഒക്കെ ചിത്രം വെച്ചിട്ടാണ് ഡിവൈഎഫ്ഐക്കാർ ഇപ്പൊ സമ്മേളനം നടത്തുന്നത്. കാരണം ഇവന്മാർക്ക് ചരിത്രം അറിയില്ല. ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും ഇതൊക്കെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുക, പരിഹാസമാണ് തോന്നുക. കാരണം നിങ്ങളുടെ ചരിത്രം, നിങ്ങളുടെ ജീൻ, നിങ്ങളുടെ രക്തം അത് നിങ്ങളെ തിരിഞ്ഞു കുത്തുന്നതാ. സുഭാഷ് ചന്ദ്രബോസിനോടുള്ള നിലപാട് എന്തായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക്? എന്താണെന്ന് അറിയാമോ? അന്നത്തെ CPI നേതാക്കന്മാര് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത്, ഇന്നിവര് സവർക്കറെ പറ്റി പറയുന്നുണ്ടല്ലോ, സവർക്കർ മാപ്പപേക്ഷിച്ചു, ഷൂ നക്കി, അല്ലെ? കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും പുതിയ ആയുധമാണ് സവർക്കർ ഷൂ നക്കി പോലും. എവിടെ നിന്നാ കമ്മ്യൂണിസ്റ്റുകാർ ഇത് കണ്ടത്? അവിടെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളുടെ നിങ്ങൾ ചോദിക്കണം, ഈ സവർക്കർ ഷൂ നക്കി എന്ന് പറയുന്ന ചരിത്രം നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത് എന്ന്. നല്ല രസാ. ഞാനൊരു SFIക്കാരൻ പയ്യനോട് ചോദിച്ചു, എവിടെ നിന്നാ ഈ
ഈ സവർക്കർ ഷൂ നക്കിന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഏത് ചരിത്രത്തിലാ അതുള്ളത് എന്ന് ചോദിച്ചപ്പോ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞ, ചേട്ടാ അത് പ്രിയദർശന്റെ കാലാപ്പനിയിൽ കാണിക്കുന്നുണ്ടെന്ന്. അപ്പൊ പ്രിയദർശന്റെ കാലാപ്പനിയില് ഷൂ നക്കുന്നുണ്ടെന്ന് പോലും ആരാതുപോലും ആ പ്രിയന്മാർക്ക് അറിയില്ല. ആ സിനിമയിൽ പോലും സവർക്കർ അല്ല, ആ സിനിമയിൽ സവർക്കറായി അഭിനയിച്ചത് ബോളിവുഡ് താരമായ അനു കപൂർ ആയിരുന്നു. ആ സിനിമയിൽ ഷൂ നക്കുന്നത് മോഹൻലാലിന്റെ കഥാപാത്രമായ ഗോവർദ്ധൻ എന്ന കഥാപാത്രമാണ് ബ്രിട്ടീഷുകാരുടെ കാല് നക്കുന്നതായി കാണിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രബോധം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ന് വീര സവർക്കറെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നവർ, നിങ്ങൾ ഇന്ന് എഴുതി വെച്ചുകൊള്ളൂ, 2030 അവസാനിക്കുന്നതിന് മുൻപ് തന്നെ, ഭാരതം അടുത്ത 100ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന് മുൻപ്, അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിൽ കേട്ടോ, ഞാൻ പറയുന്നതിന് അങ്ങനെ ഒരു ജാമ്യം എടുത്തുകൊണ്ടാണ് പറയുന്നത്, ഉണ്ട് എങ്കിൽ അവരുടെ പോസ്റ്ററുകളിൽ സവർക്കറുടെ ചിത്രം വരുന്ന കാലം അതിവിദൂരമൊന്നുമല്ല. കാരണം 1945-40-കളിൽ സുഭാഷ് ചന്ദ്രബോസിനെ ഇവര് വിശേഷിപ്പിച്ചത് ഞങ്ങളുടെ നേതാവല്ലി ചെറ്റ ജപ്പാൻകാരുടെ കാലി നക്കി എന്നായിരുന്നു സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ വിശേഷിപ്പിച്ചത്. എന്നെ കേൾക്കുന്ന ഏത് സഖാക്കന്മാരുണ്ടെങ്കിലും നിങ്ങൾ പരിശോധിക്കണം ഇന്ന് പോയിട്ട്, നിങ്ങളുടെ പാർട്ടി എങ്ങനെയാണ് നമ്മുടെ ദേശീയ പുരുഷന്മാരോട് ഈ നാടിനോട് പെരുമാറിയത് എന്ന്. ഇതൊന്നും ഞങ്ങൾ കള്ളം പറയുന്നതല്ല. ഞങ്ങളുടെ നേതാവല്ലി ചെറ്റ ജപ്പാൻകാരുടെ കാലി നക്കി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ PC ജോഷിയും ശ്രീപദ് അമൃത ഡാംഗെ എന്ന SA ഡാംഗെയും ഒക്കെ അടങ്ങുന്ന BK രണദിവ്യയും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായിരുന്നു എന്ന് ഇവിടുത്തെ സഖാക്കന്മാര് മനസ്സിലാക്കണം. ഇന്നാ സുഭാഷ് ചന്ദ്രബോസ് അവരുടെ പോസ്റ്റർ ബോയ്യ, സ്വാമി വിവേകാനന്ദൻ അവരുടെ പോസ്റ്റർ ബോയ്യ, നാരായണ ഗുരുദേവൻ. ഇന്ന് നാരായണ ഗുരുദേവനെ പറ്റി വലിയ അഭിമാനത്തോടെയാണ് കമ്മ്യൂണിസ്റ്റുകൾ പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒക്കെ. എന്തായിരുന്നു നാരായണ ഗുരുദേവനോട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട്? എന്തായിരുന്നു EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നാരായണ ഗുരുദേവനോട് കാണിച്ച നിലപാട്? എന്തായിരുന്നു? അന്ന് കമ്മ്യൂണിസ്റ്റുകൾ ഒളിഞ്ഞും തെളിഞ്ഞുമെന്ന് സിമന്റ് നാണു എന്ന നാരായണ ഗുരുദേവനെ വിളിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഈ നാട്ടിൽ എങ്ങനെയാണ് നാരായണ ഗുരുദേവനെന്ന് ശ്രീനാരായണ ഗുരുവിനെ അഭിസംബോധന ചെയ്യാൻ ഇന്നേ വരെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ സഖാക്കന്മാരെ തെളിയിക്കട്ടെ, EMSന്റെ സമ്പൂർണ്ണ കൃതികൾ അടക്കമുള്ള മുഴുവൻ കൃതികളും നിരത്തി വെക്കട്ടെ, കേരളം നമ്മുടെ മാതൃഭൂമി എന്ന പുസ്തകം എഴുതട്ടെ. ഒരു വരിയിൽ പോലും, ഒരു വാക്കിൽ പോലും ശ്രീനാരായണൻ എന്നല്ലാതെ നാരായണ ഗുരുദേവൻ എന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് വിശേഷിപ്പിച്ചിട്ടില്ല. എന്തായിരുന്നു മഹാത്മാ അയ്യങ്കാളിയോടുള്ള നിലപാട്? അയ്യങ്കാളി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ ജീവിച്ചിരുന്നതായി പോലും EMS രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറയുന്ന ചുമ്മാതല്ല. ഇങ്ങനെയാണ് ഇവർ ചരിത്രത്തെ അപനിർമ്മിക്കുന്നത്, ഇവരിങ്ങനെയാണ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നത്. ഞാൻ അത് പറയാനാണ് ഇത് പറഞ്ഞത്. അപ്പോ 1940-കളിൽ സുഭാഷ് ചന്ദ്രബോസിനെ ചെറ്റ എന്ന് വിളിച്ചു. 45 എന്തായിരുന്നു നിലപാട്? 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു. ബ്രിട്ടൻ വലിയ തോൽവി ഏറ്റുവാങ്ങി. സ്വാഭാവികമായും ബ്രിട്ടന് ഭാരതമടക്കമുള്ള കോളനികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അവര് ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. ബ്രിട്ടനിൽ ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. അങ്ങനെ 1945 ഭാരതത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി 46 ഇവിടെ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തി. ആ തെരഞ്ഞെടുപ്പിൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. എന്ന് പറഞ്ഞാൽ 45 കഴിഞ്ഞപ്പോഴേക്കും സ്വാതന്ത്ര്യ സമരം അക്ഷരാർത്ഥത്തിൽ അവസാനിച്ചു. പിന്നെ ഒരു പ്രക്ഷോഭവും ഭാരതത്തിൽ നടന്നിട്ടില്ല. അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാര് കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റത്. ഇവന്മാർക്ക് നേരം വെളുക്കാൻ ഇത്തിരി കാലതാമസമുള്ള പാർട്ടികളാണ്. പണ്ട് ഈ മുസ്ലിം ലീഗിന്റെ ഒരു MLA ഉണ്ടായിരുന്നു, സീതി ഹാജി, കേട്ടിട്ടുണ്ടാവും. വളരെ രസികനായ ഒരു MLA, വളരെ തമാശയാണ്. അദ്ദേഹത്തിന് വിവരമില്ല, അല്ലെങ്കിൽ നമ്മളെ ശ്രീനിവാസൻ കഥാപാത്രങ്ങളെ പോലെ സ്വയം ട്രോളിയൊക്കെ കഥ പറയാൻ മിടുക്കനായിരുന്നു സീതി ഹാജി. അപ്പൊ ഈ സീതി ഹാജി എപ്പോ നിയമസഭയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് MLA-മാരെ കണ്ടാലും ഗുഡ് നൈറ്റ് എന്നേ പറയും. രാവിലെ കണ്ടാലും ഗുഡ് നൈറ്റ് എന്ന് പറയും, ഉച്ചയ്ക്ക് കണ്ടാലും ഗുഡ് നൈറ്റ് എന്ന് പറയും, വൈകുന്നേരം കണ്ടാലും ഗുഡ് നൈറ്റ് പറയും. അപ്പൊ അവസാനം സഹി കെട്ടിട്ട് കമ്മ്യൂണിസ്റ്റിലെ നേതാക്കന്മാർ ചോദിച്ചു, അല്ല സാഹിബെ, നിങ്ങൾ ഞങ്ങളെ കാണുമ്പോ എപ്പോഴും ഈ ഗുഡ് നൈറ്റ് പറയുന്നതെന്ന്. അപ്പൊ സീതി ഹാജി പറഞ്ഞു, അനക്കും എന്റെ പാർട്ടിക്ക് നേരം വെളുത്തിട്ടില്ല പോയാൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ
കമ്മ്യൂണിസ്റ്റുകാര്, അവർക്ക് നേരം എടുക്കാൻ വലിയ താമസമാ. അപ്പൊ 45 46 ഭാരതത്തിൽ ഇടക്കാല പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നപ്പോഴാണ് സഖാക്കന്മാര് ഞെട്ടി ഉണർന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു, ഞങ്ങളുടെ ഒരു എന്താണ് പറയുക സംഭാവനയും കൂടാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ ഉണർന്നെണീറ്റ് കാണിച്ച അഭ്യാസമായിരുന്നു അങ്ങ് പുന്നപ്പുറയിലും വയലാറിലും തേഭാഗയിലും കാശ്മീരിലും ത്രിപുരയിലും ബംഗാളിലും ആന്ധ്രയിലും ഒക്കെ നടത്തിയ ചില പൊടിക്കൈകൾ. അത് പോയിക്കോട്ടെ, അത് ചരിത്രം വേറെയാണ്. അപ്പോ 46 ബ്രിട്ടീഷുകാർ ഭാരതത്തിലെ സ്വാതന്ത്ര്യം തരുന്നതിന് വേണ്ടി ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചനയ്ക്കായി ഭാരതത്തിലെത്തി. ഓരോ പാർട്ടികളെയും വിളിച്ച് അഭിപ്രായം ചോദിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു ഭാരതത്തെ വെട്ടിമുറിക്കാൻ പാടില്ല. മുസ്ലിം ലീഗ് പറഞ്ഞു ഭാരതത്തെ 2ആയി വിഭജിക്കണം. മുസ്ലിങ്ങൾ കൂടുതലുള്ളിടത്ത് പാകിസ്ഥാൻ എന്നും ഹിന്ദുക്കൾക്ക് ഹിന്ദുസ്ഥാൻ എന്നും 2ആയിട്ട് വിഭജിക്കട്ടെ. ഹിന്ദു മഹാസഭ എന്താ പറഞ്ഞത്? 2ആയി വിഭജിക്കണം. ഹിന്ദു മഹാസഭയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഭാരതത്തെ വിഭജിക്കണമെന്ന് തന്നെ ഹിന്ദു മഹാസഭയും ആവശ്യപ്പെട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത് വലിയ രാഷ്ട്രവിരുദ്ധനാണ് അല്ലേ? കാര്യം എന്താ? ഭാരതത്തെ 2ആയി വിഭജിക്കുന്നതിന് മൂല കാരണം മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാൻ എന്ന ക്യാൻസറിന്റെ എന്താ പറയുന്നത് സൃഷ്ടാവ് തന്നെ ജിന്നയാണ്. അതുകൊണ്ട് ഒരു ദേശീയവാദിക്കും മുഹമ്മദ് അലി ജിന്നയെ ഒരുപക്ഷെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ജിന്ന എത്രയോ മാന്യനായിരുന്നു. ജിന്ന തികഞ്ഞ മതേതരവാദിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജിന്ന ഭാരതത്തെ 2ആയി വിഭജിക്കണമെന്നേ പറഞ്ഞുള്ളൂ. എന്താ CPI പറഞ്ഞതെന്ന് അറിയാമോ? ഭാരതത്തെ 16ആയിട്ട് വിഭജിക്കണമെന്ന്. അപ്പൊ നിങ്ങൾ പറയും മുഹമ്മദ് അലി ജിന്നയാണോ മാന്യൻ, CPI-കാരനാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടനോട് ആവശ്യപ്പെട്ടത് ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എങ്കിൽ അത് ഭാരതത്തെ 16ആയിട്ട് വിഭജിച്ചിട്ട് വേണം 16 കഷണങ്ങളാക്കണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടിയാ എന്റെയും നിങ്ങളുടെയും അയൽവക്കത്ത് ഇന്നുള്ള ഓരോ കമ്മ്യൂണിസ്റ്റുകാരനുമെന്ന് നിങ്ങൾ മറക്കരുത്. 16ആയിട്ട്. ഭാരതം എന്നുള്ളത് ഒരു രാഷ്ട്രമേ അല്ല. ഇതൊക്കെ ചരിത്രമാണ്, BJP-കാരൻ ഉണ്ടാക്കിയതല്ല. നരേന്ദ്രമോദി വന്നതിന് ശേഷം എഴുതി വെച്ചതൊന്നുമല്ല സഖാക്കന്മാരെ. അപ്പൊ 46 നിങ്ങളുടെ നിലപാടായിരുന്നു. ഈ രാഷ്ട്രത്തിന് ഭാഗ്യമുള്ളത് കൊണ്ട് അന്നും ഇന്ന് ഇവന്മാർക്ക് ഈ നമ്മുടെ രാഷ്ട്രത്തിന്റെ പൊതുരംഗത്ത് വലിയ റോളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. ഭാരതത്തെ 16ആയിട്ട് വിഭജിച്ചില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ആവശ്യം ബ്രിട്ടൻ തള്ളിക്കളഞ്ഞു. അങ്ങനെ 47 ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി. എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്ന് അറിയുമോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയാണ്, നേരം വെളുക്കാൻ അല്പം വൈകി. 47 കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇത് ചുമ്മാതെ പറഞ്ഞതല്ല. ആസാദി ജൂട്ടി ഹേ എന്നായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യം. എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം വ്യാജമാണ്. ഇങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടേ ഇല്ല ഭാരതത്തിന്. എന്താ പറഞ്ഞത്? ബൂർഷിയായ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യൻ ബൂർഷിയായ കോൺഗ്രസിലേക്കുള്ള അധികാര കൈമാറ്റം മാത്രമാണ് നടന്നത് എന്നും ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നും വാദിച്ചവന്മാരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകള്. 48 ഇവന്മാരൊരു പ്രമേയം തന്നെ പാസാക്കി കളഞ്ഞു. എന്തായിരുന്നു ആ പ്രമേയം എന്നറിയാമോ? ഇന്ത്യയുടെ മോചനം സായുധ വിപ്ലവത്തിലൂടെ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോയിൽ പാസാക്കിയ പ്രമേയമാണ്. ആ പ്രമേയമാണ് പിന്നീട് കൊൽക്കത്ത തിസീസ് എന്ന പേരിൽ കുപ്രസിദ്ധമായ രണദിവേ തിസീസ്. അത് BG രണദിവയാണ് ഈ തിസീസ് അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു ഭാരതത്തിന്റെ മോചനം സായുധ വിപ്ലവത്തിലൂടെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതത്തിൽ എല്ലായിടത്തും സായുധ കലാപത്തിന് കമ്മ്യൂണിസ്റ്റുകൾ ആഹ്വാനം ചെയ്തു. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ SDPI-കാരന്റെ പിതാമഹനായ അല്ല ഇവന്മാരുടെ ഒക്കെ പിതാവായിരുന്ന സിമിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? സിമിക്കാര് പറഞ്ഞു ഭാരതത്തിന്റെ മോചനം ഇസ്ലാമിലൂടെ. രണ്ടുപേരും ഭാരതത്തെ മോചിപ്പിക്കാനാണ് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു ആയുധമെടുത്ത് പോരാടി ഭാരതത്തെ മോചിപ്പിക്കണം. സിമിക്കാരൻ പറഞ്ഞു ഭാരതത്തിലുള്ള മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും മുഴുവൻ കൊന്നൊടുക്കി ഇസ്ലാമിലൂടെ ഭാരതത്തെ മോചിപ്പിക്കണം. രണ്ടുപേരും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഇവര് രണ്ടുപേരും ഒന്നു തന്നെയാ. അങ്ങനെ ഭാരതത്തെ 16ആയിട്ട് വിഭജിക്കണമെന്ന് പറഞ്ഞവന്മാരാണ് ഇവര്. ഇവർ ഇന്നേ വരെ, ഇവരുടെ ചരിത്രത്തിൽ ഇന്നുവരെ
ദേശീയതയ്ക്ക് അനുഗുണമായി, ഭാരതത്തിന്റെ പൊതുധാരയ്ക്ക് അനുഗുണമായി ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. അല്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ നിഷേധിക്കട്ടെ എന്തായിരുന്നു നിങ്ങളുടെ നിലപാടുകളെന്ന്. പക്ഷെ പിന്നീട് അവര് ജനാധിപത്യത്തെ കൂട്ടുപിടിച്ചു. അതിനവരെന്താ പറഞ്ഞതെന്നറിയാമോ? അത് അടവു നയമാണെന്നാ പറഞ്ഞത്. അപ്പോ അടവു നയമുണ്ടെങ്കിൽ യഥാർത്ഥ മറ്റൊരു നയമുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റുകൾ സമ്മതിക്കുകയാണ്. എന്താ ഇവരുടെ യഥാർത്ഥ നയം? സായുധ വിപ്ലവത്തിലൂടെ ഭാരതത്തെ മോചിപ്പിക്കണം. ജനാധിപത്യത്തെ അവർ അംഗീകരിക്കുന്നതേ ഇല്ല. അങ്ങനെ ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റുകളാണ് ഇന്ന് നമ്മളുടെ ഇടയിൽ വന്ന് മാനവികതയെ പറ്റി, മതേതരത്വത്തിനെ പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കുന്നത്. മത തീവ്രവാദികൾ രൂപം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് നമ്മളോട് മതേതരത്വത്തെ പറ്റി സംസാരിക്കുന്നത്. അബ്ദുൽ നാസർ മദനി മതേതരത്വം പറയുന്നത് പോലെ, പോപ്പുലർ ഫ്രണ്ടുകാരൻ മതേതരത്വം പറയുന്നത് പോലെ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരൻ മതേതരത്വം പറയുന്നതിനെയും നിങ്ങൾ കണക്കാക്കാവൂ. കാരണം അവന്റെ ജീൻ എന്നുള്ളത് ഭാരത വിരുദ്ധമാണ്. അതിതീവ്ര മുസ്ലിം വാദത്തിന് അനുകൂലമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ രൂപീകരണത്തെ പറ്റിയും പിന്നീടുള്ള നയങ്ങളെ പറ്റിയും ഒക്കെ ബോധമുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ എന്തുകൊണ്ടാണ് ഈ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ തിണ്ണനിരങ്ങി അവരുടെ റാൻമൂളികളായി നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇവർക്ക് ഇങ്ങനെയല്ലാതെ പെരുമാറാൻ സാധ്യമല്ല. പക്ഷേ ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം പറയാം, ഞങ്ങളെ നിങ്ങളുടെ ഗണത്തിൽ എണ്ണരുത്. ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനയിതാക്കളെ പറ്റി, ഞങ്ങൾ ജനിച്ച രീതിയെ പറ്റി, ഞങ്ങൾ എവിടെ ജനിച്ചു എന്നതിനെ പറ്റി ഞങ്ങൾക്ക് ഒരു സംശയവുമില്ലാത്ത, ഞങ്ങളുടെ ജന്മത്തിൽ തരിമ്പ് പോലും സംശയമില്ലാത്ത ദേശീയവാദികളാണ് ഞങ്ങൾ. ഞങ്ങൾ എന്തിനു വേണ്ടി ഉണ്ടായി? എന്താണ് ഞങ്ങളുടെ ധർമ്മം? ആരാണ് ഞങ്ങൾക്ക് രൂപം നൽകിയത്? എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം ഈ സംഘടന ഉണ്ടാക്കിയത്? ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് തികഞ്ഞ ബോധമുള്ളവരാണ്. പക്ഷെ നിങ്ങൾക്ക് സംശയമുള്ളവരാണ്. ഇനി നിങ്ങൾക്ക് സംശയം മാറി നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം തിരിച്ചറിയുമ്പോൾ നിങ്ങൾ മനസ്സിലാകും ഞങ്ങൾ ഈ രാഷ്ട്രത്തിന് എതിരായിട്ടുള്ള ആൾക്കാരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഈ രാഷ്ട്രത്തിനെതിരാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെയും അനുബന്ധ പ്രസ്ഥാനങ്ങളെയൊന്നും ദയവ് ചെയ്ത് നിങ്ങളോടൊപ്പം ചേർക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ രാഷ്ട്രത്തെ ജീവനതുല്യം സ്നേഹിക്കുന്നവരുടെ സംഘടനയാണ് ഞങ്ങളുടേത്. കാരണം ഞങ്ങളുടെ പൂർവികൻ ശ്രീരാമചന്ദ്രനാണ്. ശ്രീരാമചന്ദ്രനാണ് പറഞ്ഞത്, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന് പറഞ്ഞ ശ്രീരാമചന്ദ്രനാണ് ഞങ്ങളുടെ പൂർവികൻ. പിറന്ന നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോടും SDPIക്കാരനോടും ഞങ്ങൾ ഒന്ന് പറഞ്ഞേക്കാം, നിങ്ങൾ ഇനി എത്ര പരിശ്രമിച്ചാലും ശരി ഈ നാടിന്റെ ഒരു പുൽക്കൊടിയെ പോലും മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഞങ്ങളുടെ ഈ പ്രസ്ഥാനം ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കെതിരായ പോരാട്ടം ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഇത് പക്ഷെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരും സാധാരണക്കാരായ മുസ്ലിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളുടെ പോരാട്ടം നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. ഞങ്ങൾ ഈ നടത്തുന്ന പോരാട്ടം ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയല്ല, ഈ രാഷ്ട്രത്തിന് വേണ്ടിയാണെന്ന് ഞങ്ങൾ നടത്തുന്നത്, മാനവ കുലത്തിന് വേണ്ടിയാണ് നടത്തുന്നത്. കാരണം ഇപ്പൊ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ പറയുന്നത് SDPIക്കാരൻ കൊന്നു തള്ളുന്നത് RSSകാരനെയാണല്ലോ, അല്ലേ? കാര്യം SDPI എന്ന് ഉണ്ടായത് തന്നെ RSSന്റെ കാലന്മാരായിട്ടാണ് ചില കുട്ടിക്കാരന്മാരൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത്. പോയിക്കോട്ടെ, ഞാൻ അതേപ്പറ്റി ഒന്നും കമന്റ് ചെയ്യുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ധരിച്ചിരിക്കുന്നത് ഇവിടുത്തെ SDPIക്കാരന്റെ പോരാട്ടം എന്തോ RSSനും BJPക്കും എതിരെയാണ് എന്ന. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, RSSും BJPയും ഒക്കെ ഇന്ന് SDPയെ ചെറുത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല. ഞങ്ങളുടെ പോരാട്ടം നിങ്ങൾക്ക് വേണ്ടി കൂടിയാ. ഞങ്ങളുടെ പോരാട്ടം എന്നവസാനിക്കുന്നുവോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോടും കോൺഗ്രസ്സുകാരനോടും ക്രിസ്ത്യാനിയോടും മുസ്ലിമിനോടും ഹിന്ദുവിനോടും ഒക്കെ ഞങ്ങൾ പറയട്ടെ, ഭാരതീയ ജനതാ പാർട്ടിയും RSSും ഒക്കെ നടത്തുന്ന ചെറുത്തുനിൽപ്പുണ്ടല്ലോ, മത തീവ്രവാദത്തിനെതിരായ ചെറുത്തുനിൽപ്പ്, അതെന്ന് അവസാനിക്കുന്നുവോ അന്ന് കേരളത്തിൽ പിന്നെ ഒരിസവും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഒരിസവും ഉണ്ടാകില്ല, മറിച്ച് അന്ന് താലിബാനിസം മാത്രമേ ഭാരതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഞങ്ങളുടെ ചെറുത്തുനിൽപ്പ നിങ്ങളുടെയൊക്കെ സംരക്ഷണം. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂടി വേണ്ടിയാ ഞങ്ങൾ തെരുവിൽ മരിച്ചു വീഴുന്നത്. ഞങ്ങളുടെ ശ്രീനിവാസനും രഞ്ജിത് ശ്രീനിവാസവും
അന്ന് കണ്ണൂര് കണ്ണവത്തെ ശ്യാമപ്രസാദും ചെങ്ങന്നൂരിലെ വിശാലും ചേർത്തലയിലെ നന്ദുകൃഷ്ണയും പാലക്കാട്ടെ തൃശ്ശൂരെ ബിജുവും ഒക്കെ മരിച്ചു വീണിട്ടുണ്ടോ എങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരാരും അവർക്ക് വേണ്ടിയല്ല പോരാടി വീണത്. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരനെയും കോൺഗ്രസുകാരനെയും BJP-കാരനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒക്കെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിലാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം അഫ്ഗാനിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അഫ്ഗാനിസ്ഥാനിൽ രണ്ടാമത് താലിബാൻ അധികാരത്തിൽ വന്നപ്പോ ഒരു ദൃശ്യം കണ്ടു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇന്നേ വരെ ആ ദൃശ്യം പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, കണ്ടു പൂർത്തിയാക്കാൻ. ഒരു 11 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ മുട്ടാളന്മാരായ 4 കാട്ടാളന്മാർ ചേർന്ന് പിടിച്ചുകൊണ്ടുവരികയാണ്. 11 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ പെൺകുഞ്ഞിനെ കാബൂൾ നഗരത്തിലെ ഒരു നഗര ചത്തുരത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ കുഞ്ഞിന്റെ 10 വിരലുകളും അവർ കണ്ടിച്ചു കളഞ്ഞു. 10 വിരലുകളും, 11 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിന്റെ 10 വിരലുകളും ആ കാട്ടാളന്മാർ കണ്ടിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോ എന്താ പെൺകുഞ്ഞ് ചെയ്ത തെറ്റ്? ആ പെൺകുഞ്ഞ് RSSകാരിയായിരുന്നോ? ഏതെങ്കിലും RSSന്റെ ശാഖാകാര്യവാഹായിരുന്നോ? അതോ ഏതെങ്കിലും പ്രചാരകന്റെ പെങ്ങളായിരുന്നോ? ആരായിരുന്നു ആ പെൺകുട്ടി? ഒരു മുസ്ലിം പെൺകുട്ടി. 11 വയസ്സുള്ള നിഷ്കളങ്കിയായ ഒരു പെൺകുട്ടിയുടെ 11 വിരലുകളും താലിബാൻകാരൻ ഛേദിച്ചിട്ടുണ്ട് എങ്കിൽ അത് തീവ്രവാദത്തിന്റെ പേരില. ആ പെൺകുഞ്ഞ് ചെയ്ത കുറ്റം എന്താണെന്ന് അറിയാമോ? ക്യൂടെക്സ് ധരിച്ചു എന്നതായിരുന്നു ആ കുട്ടി ചെയ്ത തെറ്റ്. താലിബാനിൽ ക്യൂടെക്സ് ധരിക്കാൻ പാടില്ല, സംഗീതം പാടില്ല, സാഹിത്യം പാടില്ല, സിനിമയില്ല, നാടകമില്ല, ഫുട്ബോളില്ല, ക്രിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. നമ്മുടെ നാടിനെ അവിടേക്ക് കൊണ്ടുചെന്ന് പോകണമെന്നാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? അതാണോ നിങ്ങളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന മതേതരത്വം? അതാണ് മതേതരത്വമെങ്കിൽ ഞങ്ങൾ പറയട്ടെ, സോറി സാർ, ഞങ്ങൾ ആ മതേതരത്വത്തിനൊപ്പമില്ല. ഞങ്ങൾ ആ മതേതരത്വമല്ല, ഞങ്ങൾ ആ മതേതരവാദികളാകാനും ആഗ്രഹിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ മതേതരത്വമെങ്കിൽ. അതല്ല, നരേന്ദ്രമോദി സർക്കാർ മുൻപോട്ടേക്ക് വെക്കുന്ന മതേതരത്വം ഉണ്ടല്ലോ, ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി, പട്ടിണിക്ക് മതമില്ല, അജ്ഞതയ്ക്ക് മതമില്ല, വിദ്യാഭ്യാസമില്ലായ്മയ്ക്ക് മതമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഭാവാത്മക മതേതരത്വം ഉണ്ടല്ലോ. ഈ നാട്ടിൽ ജനിച്ച എല്ലാവർക്കും സുഖവരണമെന്ന് പ്രാർത്ഥിച്ച ഋഷീശ്വരന്മാരുടെ മതേതരത്വം ഉണ്ടല്ലോ. ആ മതേതരത്വത്തിന്റെ വക്താക്കളാണ് ഞങ്ങള്. അല്ലാതെ ഞങ്ങൾ ഇവിടെ ജാതി നോക്കി മതം നോക്കി ഒരു ആനുകൂല്യവും വിതരണം ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾക്കും നിങ്ങളുടെ പേപ്പിടികൾക്കുമൊക്കെ ഞങ്ങൾ വഴങ്ങിത്തരുമെന്ന് കൂടി നിങ്ങൾ കരുതരുത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ പോരാട്ടം നിങ്ങൾക്ക് വേണ്ടിയാ. എന്നെ കേൾക്കുന്ന സഖാക്കന്മാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടി പോരാട്ടം നടത്തുന്നത് നിങ്ങളുടെ പെൺമക്കൾക്ക് വേണ്ടി കൂടിയാ. ഇവിടുത്തെ ഓരോ സഖാക്കന്മാരുടെയും ഭാര്യമാരുടെ അന്തസ്സ് സംരക്ഷിക്കാൻ വേണ്ടിയാ ഭാരതീയ ജനതാ പാർട്ടിക്കാരൻ ഈ SDPI-യെയും പോപ്പുലർ ഫ്രണ്ടിനെയും നേരിടുന്നത്. അതല്ല എങ്കിൽ ഞങ്ങളില്ലാതെയായാൽ ഈ നാട് മറ്റൊരു കാബൂളായി മാറും, ഈ നാട് മറ്റൊരു സിറിയയായി മാറും, ഈ നാട് മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കന്മാരെ, ഞങ്ങളോടൊപ്പം ചേരണം. നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല. പക്ഷേ മത തീവ്രവാദത്തെ താലോലിക്കണമെന്ന് മാത്രം നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടാതിരുന്നാൽ മതി. ഈ മത തീവ്രവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഈ നാട്ടിലെ മത തീവ്രവാദികളെ കെട്ടുകെട്ടിക്കണമെന്ന ഉറച്ച നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ നാട്ടിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ പോരാട്ടം നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി, നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സംഘടനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ പോരാട്ടത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അണിനിരക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു.